I'm Deepa Esmanikar here inside my house. Now the time is actually 1:48, okay? And what I'm saying is actually നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാനാണ് എങ്ങനെയാണ് ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഈ പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനമായിരുന്നു നമ്മുടെ ഈ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ആ കറക്റ്റായിട്ടുള്ള അതിൽ നിന്നാണ് ഈ ഷീറ്റയിൽ ഈ ഇത് വന്നിരിക്കുന്നത്. ഓറഞ്ച് കളർ, ടാങ്കിന് ഓറഞ്ച് കളറാണ്, എല്ലാം ഈ ഓറഞ്ച് കളറാണ് അടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അടിച്ച പെയിൻറ്റിൻ്റെ ഇതാണ്. ഞാൻ വാങ്ങിച്ച പെയിൻ്റായിരുന്നു, എൻ്റെ അമ്മയാണ് അടുപ്പിച്ചത്. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നത് കണ്ട് ഈ ഓറഞ്ച് പെയിൻ്റാണ്, മനസ്സിലായില്ലേ, കണ്ടില്ലോ. അപ്പോൾ ഈ അതേ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനും എൻ്റെ അമ്മയും ഇവിടുന്ന് 1 മണി 1:15 ഇവിടുന്ന് പോയതാണ്. അത് കഴിഞ്ഞാണ് ഈ പരിപാടികളെല്ലാം ഇവന്മാർ ഇവിടെ നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഇവന്മാരുടെ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ നമുക്ക് സ്കിൻ ഡിസീസ് വരുത്തുക, നമ്മുടെ മുടി ഒഴിക്കാൻ ആസിഡ്, നമ്മുടെ സ്കിന്ന് റഫാകാനുള്ള എന്തൊക്കെയോ അങ്ങനെ പല കാര്യങ്ങൾ ഇവന്മാർ ഇതിനകത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഇതിനകത്ത് ഇവന്മാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമ്മുടെ മോട്ടർ ഓണാക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഓഫാകുക അങ്ങോട്ടങ്ങ് നിർബന്ധമായിട്ട് അങ്ങ് ഓഫാക്കുക, ഈ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകാതിരിക്കാൻ, ഇതിൻ്റെ കാഠിന്യം ഇവർ ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കാഠിന്യം കുറയാതിരിക്കാൻ. കാരണം ഇതുപോലെ തന്നെ സംഭവം നമ്മൾ ഈ കണ്ടല്ലൂർ എന്ന് പറയുന്നവൻ ആ ബിജുപിയുടെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിനകത്തെ വെള്ളം ഇങ്ങനെ മേളിലാണ് ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേണ്ട് കലക്കിയിടും. എന്നിട്ട് നമ്മൾ അടിക്കുന്നുണ്ടെ വെള്ളം ഇച്ചിരി എങ്ങാണോ ഒന്ന് പോയാൽ ഇവന്മാരങ്ങ് തുടങ്ങും. ഇവന്മാരും ഇവൻ്റെ അമ്മയും കൂടെ നമ്മളോട് എന്തോ വെള്ളം കളയുന്നു, കറണ്ട് കളയുന്നു പറഞ്ഞങ്ങ് ഭയങ്കര ഇതാണ്. എന്നിട്ട് ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ കലക്കിയിട്ടിരിക്കുകയാണ് എന്തൊക്കെയോ സാധനങ്ങൾ, മനസ്സിലായില്ലേ. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇവന്മാരെങ്ങനെയാണ് കുളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ ടാങ്കിനകത്തുനിന്ന് വെളിയിലത്തെ ടാങ്കിനകത്തുനിന്ന് മുക്കിക്കൊണ്ട് പോയേ കുളിക്കത്തുള്ളൂ, പൈപ്പിൽ നിന്ന് എടുത്ത് കുളിക്കത്തില്ല. അപ്പം ഇതാണ് ഇവന്മാരുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവൻ്റെ ഈ ബിജുപി എന്ന് പറയുന്നവനൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അവൻ. അവൻ്റെ പേരാണ് ഒരു ബാർബർ ജാതി അവൻ്റെ പേരെന്ന് പറയുന്നത് സനൽ ശിവദാസ് എന്നോ അങ്ങനെ എന്തോ ആണ്, സനൽ ശിവദാസ് എന്നങ്ങാണ്ട് ഇവൻ പേര്. ഇവൻ ഈ രമണൻപിള്ള സാറിൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തവനാണ്. അപ്പോൾ ഇവൻ എന്തോ റിസർവേഷനൊക്കെ വെച്ച് കിട്ടിയതാണ് എക്സാം എഴുതി. അപ്പോൾ ഇവൻ ഇപ്പം മാവേലിക്കര മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇവനും ഇതുപോലെ ഇങ്ങനെ ഇവൻ്റെ ഭാര്യ എന്ന് പറയുന്നവർക്ക് ഭയങ്കര സ്കിൻ ഡിസീസൊക്കെയാണ്. അപ്പോൾ ഇവൻ തന്നെയാണ് പറയുന്നത് ബിജുപി ഇവർക്ക് സ്കിൻ ഡിസീസാണ്. അപ്പോൾ ഇങ്ങനെ സ്കിൻ ഡിസീസ് വെച്ച് ഒത്തിരി മരുന്നൊക്കെ വാങ്ങിച്ചിങ്ങനെ നല്ല നാണോ ഇല്ലയോ, ഇവന് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, ഇവർക്കൊക്കെ നാണമില്ലേ ഇങ്ങനെ. എന്നിട്ട് ഇവരുടെ ആ പെണ്ണിൻ്റെ ചേട്ടത്തിയല്ല അനിയത്തിയെ ഇതുപോലെ വകവരുത്തിയതാണ്, ഈ ലിവർ ഡിസീസാണെന്ന് പറഞ്ഞുകൊണ്ട്. ജോണ്ടിസ് വന്ന് മരിച്ചു. അപ്പം ബിജു എന്ന് പറയുന്നവൻ എൻ്റെ അടുക്ക പറയുകയാണ് അവർക്ക് ജോണ്ടിസ് വന്ന് മരിച്ചു, ഇപ്പോൾ ഒത്തിരി സ്വത്താ സനലിനെല്ലാം, അപ്പോൾ സ്വത്തൊക്കെ ഒത്തിരി കിട്ടി അവരതും കൂടെ. അപ്പം ഇതെല്ലാം അപ്പം എങ്ങനെയാണ്, അപ്പം ഇങ്ങനെയാണ് ഇവന്മാരിത് ചെയ്ത് ആ പെണ്ണിനെ എന്തൊക്കെയോ കൊടുത്തിങ്ങനെ വകവരുത്തി ശരിയാക്കിയേച്ചാണ് ഇവന്മാർ. കുറേ എണ്ണമുണ്ട് ഈ കായംകുളം കോടതിയിൽ ഇതുപോലത്തെ ഇവന്മാരുടെ സപ്പോർട്ടിലുള്ളവന്മാർ. ഇവന്മാരെല്ലാമാണ് നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പ് തരാതിരിക്കുക, അങ്ങനെ ഭയങ്കര ഇതാണ് അവന്മാർക്ക് അവിടെ. മെമ്പർഷിപ്പ് നമുക്ക് തരാതിരിക്കുക, പുതുക്കി തരാതിരിക്കുക, അങ്ങനെ പല വേലകളാണ്. മെമ്പർഷിപ്പ് ഇല്ലേലും എന്താ നമുക്ക്, നമ്മൾ മെമ്പർഷിപ്പ് വാങ്ങിക്കും എന്തായാലും, അല്ലെങ്കിൽ ഞാൻ പറയാം മെമ്പർഷിപ്പ് ഇല്ലേ നമ്മൾ വക്കീലല്ലയോ. ഇവനൊക്കെ ആരാ മെമ്പർഷിപ്പ് നമുക്ക് തരാതിരിക്കാൻ? ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതൊന്നുമല്ല മെമ്പർഷിപ്പ്, ബാർ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. ഇത് ഞാനും പൈസ കൊടുത്തിട്ടുണ്ട്, ഏത് വക്കീൽ വന്നാലും മെമ്പർഷിപ്പ് കൊടുക്കണം. ഇവനൊക്കെ ആരാ നമ്മുടെ മെമ്പർഷിപ്പ് തരാതിരിക്കാൻ? അങ്ങനെ പല വേലകളാണ് നമ്മൾ. ഇതുപോലെ COP തരാതിരിക്കാൻ നോക്കി ബാർ കൗൺസിൽ ഓഫ് കേരള, വലിയ ഡ്രാമയായിരുന്നു. ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് എന്താ നമുക്ക് നമ്മുടെ COP തരാതിരിക്കാൻ നമ്മൾ 2019 ഓഫ്ലൈൻ വഴി കൊടുത്തതാണ്. അതിൻ്റെ ചെല്ലാൻ നമ്മൾ തപ്പിയാൽ അവിടെ കാണും, ബാങ്ക് റെക്കോർഡ്സിൽ നമ്മുടെ ചെല്ലാൻ്റെയൊക്കെ തെളിവ് നമ്മൾ ഇവിടെ കൊണ്ട് കൊടുത്തേണ്ടത്. നമ്മൾ രൂപ എടുത്ത് ഇതാക്കി നമ്മൾ ഓഫ്ലൈൻ ഞാൻ തന്നെ പേഴ്സണലി കൊണ്ട് കൊടുത്തതാണ്, ഫോം ഫില്ല് ചെയ്ത് എനിക്ക് COP വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ COP തരത്തില്ല. എന്നിട്ട് എന്തോ കമ്മിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷം കമ്മിറ്റി ഉണ്ടായിരുന്നോ നമുക്കൊന്ന് അറിയണ്ടായോ? ഇതൊക്കെ എഴുതണം കേസിനകത്ത്. പിന്നെ കമ്മിറ്റി ഇല്ലാതിരുന്നോ എന്ന് പറഞ്ഞ് നമുക്ക് ഈയിടയ്ക്കാണ്, ഈ ജൂണിലാണ് നമ്മുടെ COP തരുന്നത്. ഇങ്ങനെ പല നമ്മുടെ പുറകിൽ നടക്കുകയാണ്. ജോബ് ലോസ് ഇൻഷുറൻസ് എന്നുള്ള ഒരു ഇതും വെച്ചുകൊണ്ട് ഇപ്പം എന്നിട്ട് ഇനിയിപ്പം സ്കിൻ ഡിസീസ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണ്. നമ്മുടെ മുടി കൊഴിക്കുക, ഞാൻ പറഞ്ഞില്ലേ ലേസർ വെച്ചാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ലേസറും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇവിടെ കുറേ എണ്ണം. ഈ 75 മീറ്റേഴ്സിന് അപ്പുറത്തോട്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല, ഡയറക്റ്റഡ് എനർജി വെപ്പണം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ സാധാരണ മന്ത്രിക്കാർ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ സുഭദ്ര എന്ന് പറയുന്നവർ, പിന്നെ അതിനപ്പുറത്ത് ഗീത, അവരുടെ വീട്ടിൽ ഒത്തിരി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെയോ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വരും, ചില ആണുങ്ങളൊക്കെ
ബന്ധുക്കളൊക്കെ ബൈക്കൊക്കെ അവിടെ ഇരിക്കുന്നതാണ്, നമുക്കറിയത്തില്ല ആരൊക്കെയാണെന്നുള്ളതൊന്നും. അങ്ങനെ സുഭദ്രയുടെ വീട്ടിൽ വരുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇതിൻ്റെ അപ്പുറത്താണ്. പക്ഷേ ഈ എന്തുവാ ഇത് പ്രവർത്തിക്കാൻ പറ്റുന്ന ദൂരമൊക്കെ ഉള്ളൂ. അതുപോലെ അങ്ങനെ ഈ മന്ദിരത്തിൽ SNDP ഇങ്ങനെ കുറേ ആൾക്കാർ വരിക, ഇങ്ങനെ ഫോൺ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്കെതിരെ. ഇതുപോലെ ലേസറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോണിക് സൗണ്ട് വെച്ച് നമ്മുടെ തലയ്ക്കടിക്കുക, നമ്മുടെ ഇടത് കണ്ണയിലോട്ട് ഇങ്ങനെ അടിക്കുക. അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഇതായിട്ട് മാറിയിരിക്കുക. ഇവന്മാർക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുക്കുന്നത്? ഇവന്മാർക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുക്കുന്നത്? അപ്പോൾ ഇപ്പം ഈ ഇതേലെ കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വൈകിട്ട് നല്ല ശരിക്കും നമ്മൾ എടുത്തിത് വെക്കും. കാരണം അല്ലെങ്കിൽ ഈ ഷീറ്റേലെ ഈ ഓറഞ്ച് കളർ അവിടെ വരാൻ യാതൊരു ചാൻസും ഇല്ല. അതന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ച് എന്നും നോക്കുന്നുണ്ടായിരുന്നു. ഈ ഷീറ്റും എനിക്കറിയാം ഇവന്മാർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഈ ഷീറ്റ് മാറുന്നുണ്ടോ എന്ന്. അപ്പം ഈ ഷീറ്റ് ഇന്നലെ നല്ല കറക്റ്റായിട്ട് മാറി. ആ ഓറഞ്ച് വെച്ചപ്പം അതേ പിടിച്ച കളർ ഇപ്പം ഇങ്ങോട്ട് അതേന്ന് മാറി തള്ളിയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. വലിയ വലിയ കറക്റ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേത് കറക്റ്റായിട്ടൊന്നും അല്ല ഇരുന്നത്, ഇങ്ങനെ ഏങ്കോണിച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഇങ്ങനെയൊന്നും വെക്കാൻ വലിയ സൂക്ഷ്മതയിലൊന്നും വെച്ചിട്ടില്ല, എങ്ങനെയോ അങ്ങ് വെച്ചതാണ്. അപ്പം നമ്മളിപ്പം സംശയമൊന്നും ഇല്ലാത്തവർ, നമ്മളിപ്പം സാധാരണ നോർമലി ചെയ്യുന്നവരെങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ടങ്ങ് പോകും. അല്ലാതെ ഇത്ര വലിയൊരു കറക്റ്റായിട്ട് ഇത് ഇവന്മാർ പിടിക്കരുതെന്നുള്ള രീതിയിലാണ് ഈ കറക്റ്റായിട്ടെല്ലാം ചെയ്ത് വെച്ചപ്പോഴാണ് ഈ ഓറഞ്ച് കളർ ഇവിടെ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഇന്നലെ എന്തൊക്കെയോ കറക്റ്റായിട്ട് ഇവന്മാർ ഇതിനകത്ത് കലക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ഡിസീസൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് വരുത്താൻ വേണ്ടി ഞാൻ കുളിക്കും വന്നെന്നറിയാം. അതുപോലെ തന്നെ ആസിഡ് ചേർക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ മുടി കൊഴിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ലേസർ അടിക്കുക. അതുപോലെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള മുടികളാണ്. ഇതുണ്ട്, ഇതുപോലെ നീളമുണ്ട്, ഇങ്ങനെ കൈയുടെ അത്രയും നീളമുണ്ട്, അറിയാമല്ലോ. അങ്ങനെ നീളമുണ്ട് എൻ്റെ മുടിക്ക്. അപ്പോൾ ഇവന്മാർക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇതാക്കണം. ഞാനിതുപോലെ ഞാൻ നല്ലപോലെ ഇതാക്കുന്നുണ്ട്, നല്ല ശരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ ദിവസത്തെയും എൻ്റെ ഈ ഇവിടെയുള്ള നമ്മുടെ CCTV ക്യാമറയിൽ നിന്നുള്ള എല്ലാ ഫൂട്ടേജസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം നമ്മുടെ മുടിയുടെ ലെങ്ത് കാണാം. അപ്പം നമ്മുടെ മുടിക്ക് ഇത്രയും ലെങ്ത് പറഞ്ഞെങ്കിൽ നമ്മുടെ മുടി നല്ല കറക്റ്റായിട്ട് വളരുകയും നല്ല തിക്കായിട്ട് വളരുന്ന മുടിയാണ്, നല്ല തിക്കാണ്. ഇവന്മാർ ഇതിങ്ങനെ ലേസർ അടിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തിന്നിങ്ങിനായിട്ട് ലേസർ അടിക്കുക, നമ്മുടെ മുടി കൊഴിക്കാനായിട്ട് ലേസർ അടിക്കുക. അതുപോലെ ഞാൻ ഈ ഡൽഹി പോയപ്പോഴും എൻ്റെ മുടിയിട്ട് നല്ല തിക്കായിട്ടിരിക്കുന്ന മുടി ഞാൻ പലപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുടിക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതിന്. അപ്പോൾ ഇവന്മാർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നമ്മുടെ മുടി കൊഴിക്കണം, നമ്മുടെ സ്കിൻ ഡിസീസ് വരുത്തണം, അങ്ങനെ നമ്മളെ പല രീതിയിൽ ഇതാക്കണം. നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, ഇങ്ങനെ വെള്ളത്തിനകത്ത് പല രീതിയിൽ ഓരോന്നൊക്കെ ചേർക്കുക. അങ്ങനെ ഭയങ്കര ശല്യമാണ് ഇവന്മാരെ കൊണ്ട്, ഈ ക്രിമിനൽസിനെ കൊണ്ട്. നമ്മൾ പിടിച്ചിട്ടുമുണ്ട്. ഇവരിവിടെ വന്നൊരു റെജി എന്ന് പറയുന്നവൻ്റെ മകനാണ് ഇവിടെ വന്ന് ഇതൊക്കെ കയറിയത്, ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്.